ഹായ് ഫ്രണ്ട്സ്, ഇപ്പോൾ ഞാൻ വന്നിട്ടുള്ളത് എനിക്ക് ഒരു ഇൻസ്പയറും ഒരു ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം കണ്ടപ്പോൾ അത് നിങ്ങൾക്ക് കുറച്ച് പേർക്കെങ്കിലും എത്തിക്കണം എന്നുള്ളൊരു ആകാംക്ഷയിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ തന്നെ കാരണം. അപ്പോൾ ഇന്നത്തെ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾഡസ്റ്റ് പേഴ്സൺ ലിവിങ് ഇൻ ദ വേൾഡ്, അതായത് ഏറ്റവും കൂടുതൽ പ്രായം കൂടിയ വ്യക്തി. അദ്ദേഹത്തിൻ്റെ പേരാണ് നിങ്ങൾക്ക് കുറച്ചെങ്കിലും മറ്റേ യൂട്യൂബിലൊക്കെ കണ്ട് പരിചയമുള്ള പേരായിരിക്കും. സ്വാമി ശിവാനന്ദ. അദ്ദേഹം ജനിച്ച വർഷം വന്നിട്ട് ഓഗസ്റ്റ് 8, 1896, 1896 കൊൽക്കത്തയിൽ ബഹ്ല എന്നുള്ളൊരു സ്ഥലത്താണ് അദ്ദേഹം ജനിച്ചത്. ജനിച്ചിട്ട് ഒരു 6 വയസ്സാകുമ്പോൾ തന്നെ അതിൻ്റെ മാതാപിതാക്കൾ മരിച്ചു. പിന്നെ അതിന് ശേഷം അദ്ദേഹത്തിന് ഒരു സ്പിരിച്വൽ ആശ്രമത്തിലാണ് കൊണ്ട് ചേർത്തിയത്. അവിടെ നിന്നാണ് ബാക്കിയുള്ള ദിവസങ്ങൾ അദ്ദേഹം വളർന്നു വന്നത്. പിന്നെ എടുത്തു പറയാനുള്ളത് അദ്ദേഹം വേൾഡ് വാർ 1, 2, പിന്നെ ജാലിയൻവാലാബാഗ് കൂട്ടക്കൊല എന്നിവയൊക്കെ നേരിട്ട് കണ്ട വ്യക്തിയാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ ആരോഗ്യം ഇപ്പോഴും ഇങ്ങനെ നിലനിൽക്കാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ഒരേ ഒരു വാക്ക് പറയുന്നത് ഡിസിപ്ലിനാണ് എല്ലാത്തിലും മെയിനായിട്ട് വേണ്ടത്. ഭക്ഷണത്തിലായാലും മറ്റേ എക്സസൈസിലായാലും മറ്റേ സെക്ഷലി ആയാലും എല്ലാം ഡിസിപ്ലിനോടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾ എവിടെ വേണമെങ്കിൽ ആരോഗ്യത്തോടെ മുന്നോട്ട് നിൽക്കാൻ സാധിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ. അദ്ദേഹത്തിൻ്റെ ഭക്ഷണ രീതി എന്താ വെച്ച് കഴിഞ്ഞാൽ ചപ്പാത്തി, കുറച്ച് ചോറ്, പിന്നെ പച്ചമുളക്, അങ്ങനെയുള്ള ചെറിയ ചെറിയ മിതമായ രീതിയിലുള്ള ഭക്ഷണ രീതിയാണ്. പിന്നെ അദ്ദേഹം ഇപ്പോഴും ആരും പിടിച്ച് കൊണ്ടുപോകാതെ, കൈ പിടിച്ച് കൊണ്ടുപോകാതെ, ആരും ഹെൽപ്പ് വേണ്ട, തനിയെ ആൾ എവിടെ വേണമെങ്കിലും ഒറ്റയ്ക്ക് യാത്ര ചെയ്യാനുള്ള കപ്പാസിറ്റിയും ഹെൽത്തി ആയിട്ടുള്ള ശരീരവും ആൾക്കുണ്ട്. പിന്നെ ഡെയിലി മെഡിറ്റേഷനും യോഗയും ആൾ കണ്ടിന്യൂസ് ആയി ചെയ്തുകൊണ്ടിരിക്കുന്നത്. പണ്ടത്തെ കാലത്ത് ആൾക്കാരുടെ കയ്യിൽ ഒന്നും ഉണ്ടായിരുന്നില്ല, പണമായിട്ട് ഒന്നും ഉണ്ടായിരുന്നില്ല, സാമ്പത്തികമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ എല്ലാവരും സമാധാനത്തോടെയും ജീവിച്ചുകൊണ്ടിരുന്നത്. ഇന്നത്തെ ജനങ്ങൾക്ക് എല്ലാം ഉണ്ട്, പക്ഷെ അവർക്ക് ആരുടെയും മനസ്സിൽ സമാധാനമില്ല എന്നും കൂടി അവർ എടുത്ത് കാണിക്കുന്നുണ്ട്. അപ്പോഴത്തെ രീതിയും ഇപ്പോഴത്തെ രീതിയും നല്ല മാറ്റമുണ്ടെന്ന് അദ്ദേഹം എടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരേ ഒരു ലൈഫേ ഉള്ളൂ, എല്ലാവരും പീസ്ഫുള്ളായിട്ടും സമാധാനത്തോടെയും സന്തോഷത്തോടു കൂടി ഹെൽത്തി ആയിട്ട് ഇരിക്കുക. ഓക്കെ, ഈ വീഡിയോ നിങ്ങൾ എത്ര പേർക്ക് ഇഷ്ടപ്പെടുന്നറിയില്ല. എനിക്കിഷ്ടപ്പെട്ടവർ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാമെന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ എല്ലാവരും കണ്ടിട്ട് കമൻസ് പറയാം. അപ്പോൾ നമുക്കിതുപോലെ എനിക്ക് കിട്ടുന്ന ചെറിയ ചെറിയ ഇൻട്രസ്റ്റ് വീഡിയോസ് ഞാൻ നിങ്ങൾക്ക് വീണ്ടും പരിചയപ്പെടുത്തി തരുന്നതായിരിക്കും. ഓക്കെ, വീണ്ടും അടുത്ത വീഡിയോ കാണുന്നവരെ ടാറ്റാ.